അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. അല്ലാഹുമ്മ അഷ്റഫിൽ അംബിയാൽ മുർസലീൻ വഅലാ അലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ കൂട്ടുകാരെ, MSM അന്താരാഷ്ട്ര ഖുർആൻ വിജ്ഞാന പരീക്ഷ നമ്മളതിനു വേണ്ടി ഒരുങ്ങുകയാണ്. ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ള സൂറത്ത് 2 സൂറത്തുകളാണ്. ഒന്ന് ത്വലാഖും തഹ്രീമും. സൂറത്ത് തഹ്രീമുമായി ബന്ധപ്പെട്ട നമ്മുടെ പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 12 ആയത്തുകളാണ് സൂറത്ത് തഹ്രീമിലുള്ളത്. സൂറത്ത് മദനിയാണ്. സൂറത്ത് മദനി എന്ന് പറയുമ്പോൾ മക്കിയായ സൂറത്തുണ്ട്, മദനിയായ സൂറത്തുണ്ട്. ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളെ നമ്മൾ മക്കി എന്നും ഹിജറക്ക് ശേഷം അവതരിച്ചതിനെ മദനിയുമെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഏറ്റവും കൂടുതൽ ഈ റമദാൻ മാസത്തിൽ ഖുർആൻ പഠിക്കാനുള്ള എല്ലാ അവസരവും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഉപയോഗപ്പെടുത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മസലുൽ മുഅ്മിൻ ലദി യഖ്റഉൽ ഖുർആന കമസലി ഉത്റുജ്ജ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തിലൂടെ ഉത്റുജ്ജ ഒരു മധുര നാരങ്ങ പോലെയാണ്. റീഹ തൊയ്യീബ്, അവൻ്റെ അരികിലുള്ളവർക്കൊക്കെ അത് സുഗന്ധമായിരിക്കും. വത്തമൂഹ തൊയ്യീബ്, അത് വായിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരവുമായിരിക്കും. ഈ റമദാൻ നമുക്ക് ബാക്കിയുള്ള അടുത്തുള്ള കൂട്ടുകാർക്കെല്ലാം സുഗന്ധവും വായിൽ വെക്കുമ്പോൾ സ്വയം മധുരവുമാകുന്ന ആ മധുര നാരങ്ങയിലേക്ക് ജീവിതത്തിൻ്റെ പരിവർത്തനത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. സൂറത്ത് തഹ്രീമിലെ 5 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആയത്തുകൾ നമുക്കൊന്ന് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. قد فرض الله لكم تحلة أيمانكم والله مولاكم وهو العليم الحكيم. ഒന്നാമത്തെ ആയത്ത്, യാ അയ്യുഹൻ നബിയ്യു ലിമാ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കിയതിനെ താങ്കൾ നിഷിദ്ധമാക്കുകയാണോ, താങ്കൾ ഹറാമാക്കുകയാണോ? എന്താണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? തബ്തഗി, താങ്കൾ ഉദ്ദേശിക്കുന്നത് മർലാത്ത, തൃപ്തിയാണോ, പൊരുത്തമാണോ? ആരുടെ? അസ്വാജിക. അപ്പോൾ താങ്കളുടെ ഇണകളുടെ, താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കിയതിനെ താങ്കൾ നിഷിദ്ധമാക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. ആയത്ത് അവസാനിക്കുന്നതോ വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു വളരെയേറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. ഈ ആയത്ത്, ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മുത്തഫഖുൻ അലൈഹി ഹദീസിൽ, അതായത് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുമ്പോൾ സ്വഹീഹുൽ മുസ്ലിമിലും സ്വഹീഹുൽ ബുഖാരിയും ഈ 2 റിപ്പോർട്ട് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകൾക്കാണ് നമ്മൾ മുത്തഫഖുൻ അലൈഹി എന്ന് പറയാറ്. ആ മുത്തഫഖുൻ അലൈഹി ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും നടക്കുന്നൊരു ചർച്ചയാണ് ഇതിലുള്ളത്. സ്വാഭാവിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നമസ്കാരത്തിനൊക്കെ ശേഷം ഇങ്ങനെ ഭാര്യമാരുടെ വീട്ടിലൊക്കെ പോകാറുണ്ട്. ഈ പോകുന്ന കൂട്ടത്തിൽ സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോകും, അവിടുന്ന് ഇടയ്ക്ക് തേനൊക്കെ കഴിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും, ഇവർക്ക് 2 പേർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ട് സൈനബ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ പോയി തേൻ കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവർ 2 പേരും തീരുമാനിക്കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് പറയാം ആരുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം മഹാരിഫ് മണക്കുന്നു, മഹാരിഫ് വാസനിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ, താങ്കൾ മഹാരിഫ് വാസനിക്കുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല, ഞാനത് മഹാരിഫ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു തേൻ കുടിച്ചത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇല്ല, ഇനി ഞാൻ അത് ഉപയോഗിക്കുന്നില്ല, ഇനി ഞാൻ തേനും കുടിക്കുന്നില്ല. അതിൽ അത്തരത്തിലുള്ള വാസന ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, എൻ്റെ പത്നിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാനത് ഉപയോഗിക്കുന്നില്ല. ഇതാണ് പറഞ്ഞ സംഭവം. ഇവിടെ യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹയോ ഉമർ റളിയല്ലാഹു അൻഹയുടെ മകളും.
ഇവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ തന്നെ ഉന്നത സ്ഥാനമുള്ളവരാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇവർ അത്രയും കെയർ ചെയ്യുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. ഇവർ മറ്റുള്ള പത്നിമാരുടെ ഭാര്യമാരുടെ അരികിലേക്ക് പോകുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ ഇവർ രണ്ടുപേരുടെയും ഇഷ്ടം കുറയോ എന്ന പേടിയോടുകൂടി, ചെറിയൊരു ഉൾഭയത്തോടു കൂടിയാണ് ഇവരിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ കുടിക്കാൻ പോകുന്നത്. മഹാരിഫ് വാസനിക്കുന്നു എന്ന് പറയും. മഹാരിഫ് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ അതിൽ കഴിക്കുമ്പോൾ അത് മധുരം ഉണ്ടാവും, പക്ഷെ അതിന് ചെറിയ ദുർഗന്ധം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി വരുന്ന സ്ത്രീ സഹജമായൊരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ എനിക്ക് സ്നേഹം കുറയോ എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ആയിഷ റളിയല്ലാഹു അഫ്സ റളിയല്ലാഹു ഇത്തരത്തിൽ സംഗതിയാക്കിയത്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, അള്ളാഹു ഹലാലാക്കിയ ആ സംഗതിയെ ഭാര്യമാരുടെ ഇഷ്ടത്തിനും ഭാര്യമാരുടെ തൃപ്തിക്കും വേണ്ടിയിട്ട് അങ്ങ് ഇത് നിഷിദ്ധമാക്കുകയാണോ? അങ്ങ് ആരുടെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ കാര്യത്തിൽ അതുപോലും വന്നുകൂടാ. ഇത് പ്രവാചകൻ നമ്മുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ നമ്മൾ വ്യഭിചാരം പോലെ, അല്ലെങ്കിൽ കള്ളുകൂടി മദ്യപാനം പോലെയോ മോഷണം പോലെയോ വലിയ വലിയ തിന്മയുമല്ല. പക്ഷേ പ്രവാചകനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതുപോലും വന്നുകൂടാ. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹു ഹലാലാക്കിയതല്ലേ തേന്, പിന്നെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് തേൻ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചുകൂടാ പ്രവാചകൻ്റെ ജീവിതത്തിൽ എന്ന അർത്ഥത്തിലാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ സൂറത്ത് തഹരീമിലെ ആയത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഹലാലാക്കിയ സംഗതിയെ അത് ഹറാമാക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയത് ഒന്നാകെ റസൂലുള്ളാഹി നിഷേധിച്ചെന്നോ അങ്ങനെ ഉള്ള ഒരർത്ഥവുമല്ല. അതുകൊണ്ട് ഭാര്യമാരുടെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തേൻ ഉപയോഗിക്കൂല, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അതുപോലും അങ്ങനെ കൂടി പറയാൻ പാടില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ഒരാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ, ഒരാളങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, സത്യം ചെയ്യുന്നു, ശപഥം ചെയ്യുന്നു. ഈ ശപഥം ചെയ്യുന്നതിന് അദ്ദേഹം അതിൽ പിന്മാറിക്കഴിഞ്ഞാൽ അതിന് കഫാറത്തുണ്ട്, പ്രായശ്ചിത്തം ചെയ്യണം. അതാണ് രണ്ടാമത്തെ ആയത്തിലുള്ളത്. രണ്ടാമത്തെ ആയത്തിൽ പറയുന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖദ് ഫറളല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും. അള്ളാഹു നിങ്ങൾക്ക് ഫർളാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വിധിച്ച് നൽകിയിട്ടുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് നിയമിച്ച് തന്നിട്ടുണ്ട്. തഹില്ലത ഐമാനിക്കും, എന്ത് നിങ്ങൾക്കുള്ള സത്യങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹു മൗലാക്കും, അള്ളാഹു നിങ്ങളുടെ മൗലയാണ്. മൗല എന്ന് പറയുമ്പോൾ യജമാനെന്നും അതേപോലെ കൂട്ടുകാരനെന്നും ഒക്കെ അർത്ഥം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. മൗല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഉപയോഗിക്കുന്ന പദമാണ് മൗല എന്നുള്ളത്. ഇതൊരായത്ത് അവസാനിക്കുന്നത് വഹുവൽ അലീമുൻ ഹക്കീം, അള്ളാഹു സർവജ്ഞനാണ്, അവനെത്ര എല്ലാത്തിനും അഗാധജ്ഞൻ എന്നാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വശം, ഒരാൾ സത്യം ചെയ്തു, ആ സത്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നു അല്ലെങ്കിൽ മടങ്ങുന്നുവെങ്കിൽ അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ സത്യം ചെയ്യുന്നു, ആ സത്യം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം വേറൊന്നാണെന്ന്. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത സത്യം, ആ ശപഥം പിൻവലിക്കുകയും അതിൽ നിന്ന് മടങ്ങുമ്പോൾ അതിന് പ്രായശ്ചിത്തം നൽകണം. ആ പ്രായശ്ചിത്തമാണ് കഫാറത്ത് എന്ന് പറയാം. ആ കഫാറത്ത് നൽകണം. ആ കഫാറത്ത് നൽകിയിട്ട് ഏതാണോ ഉത്തമം ആ കാര്യത്തിലേക്ക് തിരിയണം. വളരെ ലളിതമായൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഒരാൾ വിചാരിക്കുന്നു, ഞാൻ ഒരാൾക്ക് സ്വതക്ക നൽകാമെന്ന് ഞാൻ കരുതുന്നു, ആ സ്വതക്ക നൽകുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിനേക്കാൾ ഉത്തമമായ വേറൊരാളുണ്ട്, അദ്ദേഹത്തിനാണ് ഇപ്പോൾ അത്യാവശ്യമായി ഇത് നൽകേണ്ടത്. ഞാൻ അത്യാവശ്യമായി നൽകേണ്ടതും അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടത് മറ്റൊരു സഹോദരനെയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അർജൻറ്റുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം സത്യം ചെയ്തത് പിൻവലിച്ചുകൊണ്ട് മറ്റേ സഹോദരന് ഏറ്റവും അത്യാവശ്യമുള്ള സഹോദരൻ അത് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ചെയ്ത സത്യമോ ആ സത്യത്തിന് ഞാൻ കഫാറത്ത് നൽകണം, പ്രായശ്ചിത്തം നൽകണം. എന്താണ് പ്രായശ്ചിത്തം? ആ പ്രായശ്ചിത്തമാണ് ദരിദ്രരായ ഒരാൾ ഭക്ഷണമോ വസ്ത്രമോ നൽകുക, അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. അതിനും സാധിക്കാത്തവർ എന്ത് ചെയ്യണം? 3 ദിവസം നോമ്പ് നോൽക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്, ഒരാൾ സത്യം ചെയ്യുന്നു, ആ സത്യത്തിനേക്കാൾ മറ്റൊരു കാര്യം നന്മയായി തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അതിൽ പിന്മാറാം, പക്ഷെ അദ്ദേഹം കഫാറത്ത് നൽകിയാൽ മതി, പ്രായശ്ചിത്തം നൽകിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ആയത്തുകളിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മറ്റുള്ള ആയത്തുകളിലേക്ക് 3, 4, 5 ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.